യേശുവിൽ പ്രിയപ്പെട്ടവരെ, റോസച്ചെടിയിൽ നിന്ന് 2 സുഹൃത്തുക്കൾ പൂക്കൾ പറിച്ചപ്പോൾ കയ്യിൽ മുള്ളുകൊണ്ടു. ഒരാൾ ഓർത്തു, ഇത്ര മനോഹരമായ റോസച്ചെടിയിൽ എന്തിനാണോ ദൈവമേ നീ മുള്ളുകൾ ചേർത്ത് വെച്ചത്. അപരൻ ചിന്തിച്ചു, ഇതൊരു മുൾച്ചെടിയായി മനുഷ്യർ വെട്ടിക്കളഞ്ഞേനെ, നീ പൂക്കൾ കൊണ്ട് ഇതിനെ അലങ്കരിച്ചല്ലോ. ഒരേ കാര്യം 2 പേർ 2 രീതിയിൽ കാണുന്നു. കണ്ണുകളുടെ പ്രശ്നമാണ്. അതെ, ശരീരത്തിൻ്റെ വിളക്കായ കണ്ണ് നല്ലതാണെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കുമെന്നാണല്ലോ വചനം പറയുക. കണ്ണ് മോശമാണെങ്കിൽ ശരീരം ഇരുണ്ടുപോകും. നമ്മുടെ കണ്ണുകൾ നല്ലതായിരിക്കട്ടെ, നമ്മളിൽ എപ്പോഴും പ്രകാശം നിറയട്ടെ. പ്രിയപ്പെട്ടവരെ, കല്ലെറിയാൻ കൊണ്ടുവന്ന സ്ത്രീയിൽ ജനങ്ങൾ കണ്ടത് വ്യഭിചാരിണി, ഒരു പാപിയെയാണ്. അതുകൊണ്ടാണ് അവർ എറിയാൻ കല്ലെടുത്തത്. എന്നാൽ ഈശോ അവളിൽ കണ്ടത് വിശുദ്ധയെയാണ്. അതുകൊണ്ട് ഈശോ കല്ലെറിഞ്ഞില്ല. ഉയർപ്പിന് ശേഷം ഈശോ ആദ്യം പ്രത്യക്ഷപ്പെട്ടത് അവൾക്കാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാ സംഭവങ്ങളിലും എല്ലാ വ്യക്തികളിലും നന്മയും തിന്മയുമുണ്ട്. നന്മ കാണാൻ സാധിക്കുന്ന നല്ല കണ്ണുകൾ നമുക്കുണ്ടാകട്ടെ. അങ്ങനെ നമ്മുടെ ശരീരം മുഴുവൻ പ്രകാശിക്കട്ടെ. ഇനിയും ചിലപ്പോൾ പൂർണ്ണമായിട്ടും തിന്മ തന്നെയാണെങ്കിൽ, അതിലൊട്ടും നന്മയില്ലെങ്കിൽ കണ്ണുകൾ അടച്ചത് കാണാതിരിക്കുക. നല്ലത് മാത്രം കാണാൻ നമുക്ക് സാധിക്കട്ടെ. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോയെ, ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.